നാം പ്രഭാതങ്ങളെ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ കൊണ്ട് ആഘോഷിക്കുമ്പോൾ ഓർക്കുക, പ്രഭാതങ്ങളെ ഭയപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. അവർക്ക് ഓരോ പുലരിയും പുതിയ പ്രതീക്ഷകളല്ല, മറിച്ച് അനിശ്ചിതത്വത്തിൻ്റെയും ഭാരത്തിൻ്റെയും നിഴലാണ് കൊണ്ടുവരുന്നത്. കണ്ണൂർ തീരത്ത് കടലിൻ്റെ ഗർജനത്തിനൊപ്പം ജീവിതം തള്ളി നീക്കുന്ന ഒരു ചെറുകുടിലിൽ ലക്ഷ്മിയും ഭർത്താവ് രാഘവനും മകൾ മീനാക്ഷിയും താമസിച്ചു. രാഘവൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. പക്ഷേ കടലിൻ്റെ മനസ്സ് മാറിയതോടെ മത്സ്യം കുറഞ്ഞു. വലിയ ബോട്ടുകളുടെ വരവും വിപണിയിലെ വിലക്കുറവും രാഘവൻ്റെ വലയിൽ ശൂന്യത മാത്രം നിറച്ചു. ലക്ഷ്മി അടുത്തുള്ള വീടുകളിൽ വീട്ടുജോലിക്ക് പോയിരുന്നു. പക്ഷേ ആ ജോലികൾ പലപ്പോഴും കിട്ടാതായി. വീട്ടിൽ 1 കിലോ അരി പോലും ഇല്ലാത്ത ദിവസങ്ങൾ വന്നു. മീനാക്ഷി 15 വയസ്സിന് സ്വപ്നങ്ങളുമായി അമ്മേ, ഞാൻ ഡോക്ടറാകും, നിങ്ങളെയും അച്ഛനെയും നോക്കും എന്ന് പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറയും. മോളെ, നിന്റെ സ്വപ്നം ഞങ്ങളുടെ ജീവനാണ്. പക്ഷേ വാക്കുകൾ അവരുടെ തൊണ്ടയിൽ കുരുങ്ങി. വാടക, കടം, ദിവസേനയുള്ള ചെറിയ ചെലവുകൾ എല്ലാം ഒരു വലിയ ഭാരമായി. ഒരു ദിവസം വീട്ടുടമ വന്നു. ലക്ഷ്മി, ഈ മാസം വാടക തരണം, ഇല്ലെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകി. ആ രാത്രി രാഘവനും ലക്ഷ്മിയും മുറ്റത്തിരുന്നു. നിന്റെ ആ മോതിരം, രാഘവൻ മടിച്ചു പറഞ്ഞു. അത് ലക്ഷ്മിയുടെ അമ്മയുടെ ഓർമ്മയായ ഏക സ്വത്തായിരുന്നു. പക്ഷേ മീനാക്ഷിയുടെ ഭാവിയെക്കുറിച്ച് ഓർത്തപ്പോൾ ആ മോതിരത്തിന് വിലയില്ലാതായി. പിറ്റേന്ന് ലക്ഷ്മി മോതിരം വിറ്റു. ആ പണം കൊണ്ട് മീനാക്ഷിക്ക് പഠനത്തിന് വേണ്ട പുസ്തകങ്ങളും ഒരു പഴയ മൊബൈൽ ഫോണും വാങ്ങി. വാടകയുടെ ഒരു ഭാഗവും നൽകി. അമ്മേ, ഞാൻ ഈ മോതിരം തിരിച്ചു വാങ്ങും, വാഗ്ദാനം, മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി മകളെ ചേർത്ത് പിടിച്ചു. നിന്റെ സ്വപ്നങ്ങൾ കാണുമ്പോൾ എനിക്കെല്ലാം തിരിച്ചു കിട്ടുന്നുണ്ട് മോളെ. ദിവസങ്ങൾ കടന്നുപോയി. ഗ്രാമത്തിലെ ഒരു സഹകരണ സംഘം ലക്ഷ്മിക്ക് ചെറിയ വായ്പ നൽകി. അവൾ വീട്ടിലൊരു ചെറുകിട കട തുടങ്ങി. പലചരക്കും വീട്ടിലുണ്ടാക്കിയ അച്ചാറും വിറ്റു. മീനാക്ഷി പഠനത്തിൽ മുഴുകി. ഒരു സ്കോളർഷിപ്പ് നേടി. രാഘവൻ കടലിലേക്ക് പോയി. ചില ദിവസങ്ങൾ വല ശൂന്യമായിരുന്നെങ്കിലും ചില ദിവസങ്ങൾ പ്രതീക്ഷ നൽകി. 1 വർഷം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ കട ഗ്രാമത്തിൽ പേര് കേട്ടു. മീനാക്ഷി മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങി. പ്രഭാതങ്ങൾ പതിയെ ഭയത്തിൻ്റെ നിഴലിൽ നിന്ന് പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മാറി. എന്നാലും ലക്ഷ്മിയുടെ പേരിലെ ശൂന്യത അവരുടെ ത്യാഗത്തിൻ്റെ നിശബ്ദ ഓർമ്മയായി നിന്നു.